ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾക്കൊരു മനുഷ്യ സ്ത്രീയാണോ? ഞാൻ ആരും ചതിച്ചിട്ടില്ല മോളെ. എനിക്കാരും ചതിക്കാനും കഴിയില്ല. ചതിക്കപ്പെട്ടത് ഞാന്. എനിക്ക് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ ഒന്നും കേൾക്കണ്ട. എല്ലാരും ഉണ്ടല്ലോ. കങ്കണി, നടിയശാല, ഹമീദ് സാറ്, അതാരെ നമ്മുടെ ഗതാഗത ഉണ്ണികൃഷ്ണല്ലേ. എല്ലാരും എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഇരിക്കിരിക്കിരിക്കിരിക്ക്. വർമ്മ സാറിന് എന്നോട് എന്തെങ്കിലും പരിഭവം ഉണ്ടോ? എനിക്കെന്ത് പരിഭവം? ശ്രീ ഇടവട്ടം അനന്തപിള്ളയ്ക്ക് സ്വാഗതം. 2 വാക്ക് സംസാരിക്കാനായി ഞാൻ ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ ഞാൻ പറയട്ടെ, എനിക്ക് നിങ്ങൾ തന്ന ഊഷ്മളമായ സ്നേഹത്തിനും സ്വീകരണത്തിനും ഒരുപാട് ഒരുപാട് നന്ദി. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരുന്നത്. നമ്മുടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം വളർന്നതിലും അത് കേരളത്തിലെ ജനതയ്ക്ക് തണലേകുന്നതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ പ്രസ്ഥാനം വളർന്നതിൽ എന്റെയും ഒരു പങ്കുണ്ടായിരുന്നുവെന്ന് ഓർക്കുമ്പോ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ പാർട്ടിയിൽ നിന്ന് ലീവ് എടുത്ത് മറ്റൊരു രാജ്യത്ത് ബിസിനസ് ചെയ്ത് ജീവിക്കുകയായിരുന്നു. ഞാൻ പാർട്ടിയിൽ നിന്ന് അവധിയെടുത്തു പോയത് അധോലോക പ്രവർത്തനങ്ങൾക്കാണെന്നും പണമുണ്ടാക്കാനാണെന്നും പരിഹസിക്കുന്നവര് നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ തന്നെ ഉണ്ട്. ഏതായാലും ഞാൻ പലരെയും പോലെ പാർട്ടിയിൽ നിന്ന് പണമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇത് ഒളിയുമ്പോഴാ ഈ പ്രസ്ഥാനത്തിലുള്ളവരെല്ലാം അഴിമതിയും അക്രമവും കാണിക്കുന്നല്ലേ ഇയാൾ പറഞ്ഞതിന്റെ അർത്ഥം? എന്റെ വർമ്മ സാറേ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. സാറിന് പിന്നെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി. വർമ്മ സാർ ഇരിക്കേ. അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറയട്ടെ. സാർ ഇരിക്കും സാറേ. സാറ് പറഞ്ഞോളൂ. ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് ആരോടും പഴയ കണക്കുകൾ തീർക്കാനോ പഴയ പക മനസ്സിൽ സൂക്ഷിച്ചു വെക്കാനോ അല്ല. സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിനാണ്. ഞാൻ ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പണ്ട് ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ സഹപ്രവർത്തകരുമായിട്ട് ചില ഉരച്ചിലുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോ എന്റെ മനസ്സിൽ അതൊന്നുമില്ല.
എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രം. ഒരിക്കൽ കൂടി നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാനുള്ള ആരോഗ്യം നമുക്കുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എളിയ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചില തിരക്കുകളുണ്ട്, എന്നാ ഞാൻ ഇറങ്ങുവാ. ഐഷുവാ, സ്വീറ്റ്സ് തരാം. തൊട്ടുപോര് തന്നെ. മോള്? മോളോ? ആരുടെ മോള്? എന്റെ മോളെന്ന് വിളിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. നിങ്ങളൊരു അമ്മയാണോ? ഭർത്താവിനെ വഞ്ചിച്ച് മറ്റൊരാളുടെ കുഞ്ഞിനെ പ്രസവിച്ച നിങ്ങള് മോളെ, ഇങ്ങനെയൊന്നും പറയരുത്. അത് മഹാപാപം. മഹാപാപം നിങ്ങൾക്ക് ചെയ്യാം. അത് വിളിച്ച് പറയുന്നതില്ല തെറ്റ്. നല്ലവരിൽ നല്ലവനായ എന്റെ അച്ഛന് വഞ്ചിച്ച സ്ത്രീയാ നിങ്ങൾ. അയ്യോ ദൈവമേ, ആ പാവം മനുഷ്യനെ വഞ്ചിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? നിങ്ങൾക്കൊരു മനുഷ്യ സ്ത്രീയാണോ? ഞാനാരും ചതിച്ചിട്ടില്ല മോളെ. എനിക്കാരും ചതിക്കാനും കഴിയില്ല. ചതിക്കപ്പെട്ടത് ഞാന്. എനിക്ക് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ ഒന്നും കേൾക്കണ്ട. എല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷം ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്റെ മോളൊന്നും കേട്ടിട്ടില്ല. കേട്ടതൊന്നും സത്യമല്ല. എനിക്കറിയാം സത്യമൊക്കെ. കുറച്ചുനാൾ മുൻപ് വരെ ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പൊ എല്ലാം വ്യക്തമായി അറിഞ്ഞു മോളെ. അകലേ നോവിനാലേ